ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ആദ്യം തന്നെ ഞാനൊരു കാര്യം എല്ലാവരോടും അപേക്ഷിക്കുവാണേ. എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനൽ, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പം നമ്മുടെ രാവിലെ 2 ചായയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. 2 ഗ്ലാസ് ചായയൊക്കെ നല്ല ചൂടോട് കുടിച്ചതിന് ശേഷം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നേ. അപ്പോൾ അത് ആ ഇഡ്ഡലി തട്ട് നല്ല ചൂടായി വന്നപ്പോഴത്തേന് നമ്മളുടെ നല്ല മാവായിരുന്നു കേട്ടോ, നന്നായിട്ട് പുളിച്ച് വന്നിരുന്നു. അതുമൊക്കെ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു, മാവ് സൂപ്പർ ആയതുകൊണ്ടായിരിക്കും എൻ്റെ ഇഡ്ഡലി ഇപ്പോൾ ഇന്നത്തേത് നല്ല പൂ പോലെ ഇരുന്ന് കേട്ടോ. അപ്പോൾ അത് എത്ര നോക്കിയിട്ടും കണ്ടിട്ടും എനിക്ക് മതിയാവുന്നില്ലായിരുന്നു. നോക്കിയേ, നമ്മുടെ കൈ വെച്ച് കുത്തുമ്പോൾ അത് തിരിച്ച് പൊങ്ങി വരുന്നു, അത്ര സോഫ്റ്റ് ആയിരുന്നു. നോക്കിയേ, ഹൈ എന്ത് രസമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നല്ല ചൂട് സാമ്പാറും ഒക്കെ ഒഴിച്ച് നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും നല്ലോണം കഴിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കടന്നുപോയി. അപ്പോൾ നമുക്കിനി ഉച്ചയ്ക്ക് ചോറ് കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ അരിയൊക്കെ ഇട്ട് അതൊരു വിസിലൊക്കെ അടിച്ചതിന് ശേഷം ഇന്ന് മീനും 2 തരം മീനും ചിക്കനും വാങ്ങിച്ചിരുന്നു. കാരണം ഇന്ന് ഇച്ചിരി ആഡംബരമാക്കാമെന്ന് വിചാരിച്ചത് ചേട്ടൻ്റെ പിറന്നാളായതുകൊണ്ടാണ്. അപ്പോൾ മീൻ നല്ല തൊലിയൊക്കെ കളഞ്ഞ്, കുറച്ച് മെനക്കെട്ടെങ്കിലും കുറച്ച് തൊലിയൊക്കെ കളഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ വറക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ കുറച്ച് വറക്കാൻ എടുത്തു, ബാക്കി മീനെല്ലാം നമ്മൾ ഫ്രീസറിൽ കയറ്റുവാണ്. കാരണം നമുക്കിവിടെ ഡെയിലി പോയി മീൻ വാങ്ങിക്കാനുള്ളൊരു സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഫ്രീസറിലേക്ക് ഒരു പാത്രത്തിൽ നമ്മൾ ഫ്രീസറിൽ വെള്ളമൊക്കെ ഒഴിച്ച് വന്നത്ത് വെച്ച് നല്ല ഐസ് പിടിച്ച് ഒരു കുഴപ്പമില്ലാതിരിക്കും. അപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ല വറുത്ത് കുട്ടപ്പനെ വന്നിട്ടുണ്ട്. ഇച്ചിരി മുള്ളാണെങ്കിലും ആള് പുലിയാണേ. ഇനി നമുക്ക് ചിക്കൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കനെല്ലാം കഴിയുമ്പോൾ എനിക്ക് വെച്ച് ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തു. അപ്പോൾ ഉള്ളി ചെറുതായിട്ട് അടുക്കി പിടിച്ചെന്ന് തോന്നി. അപ്പോൾ ഞാൻ അതിനെല്ലാം നല്ല വൃത്തിയായിട്ട് കുത്തി ഇളക്കി മസാലയൊക്കെ ചേർത്ത് വെച്ച് ചിക്കൻ കറിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല, ചെറുതായിട്ടേ പിടിച്ചുള്ളായിരുന്നേ. അങ്ങനത്തെ ആ മസാലയൊക്കെ ഇട്ടതിന് ശേഷം അതുമൊക്കെ വഴറ്റി നല്ല സൂപ്പറാക്കി വഴഞ്ഞതിന് ശേഷം കുറച്ച് തക്കാളിയൊക്കെ മിനുക്കി അങ്ങോട്ട് ഇട്ട് കുറച്ച് നല്ല മിനുക്കി കുട്ടപ്പനാക്കി വെച്ചേക്കുന്ന നല്ല ചിക്കനെയും കൂടെ അതിലേക്ക് ഇട്ട് അതും വേവിച്ചെടുത്തു. ഇനി നമുക്ക് ആ സിങ്കിൽ എടുത്ത് വെച്ചേക്കുന്ന നാരങ്ങയിട്ട് നല്ല ഉരപ്പൊക്കെ വരച്ച്, അപ്പോൾ വാഴ നനയുമ്പോൾ ചീര കൂടെ നനയുമെന്ന് പറയുന്ന പോലെ സിങ്കും വൃത്തിയാവും, നമ്മുടെ കയ്യിലെ സ്മെല്ലും അങ്ങ് മാറിക്കിട്ടുവേ. അപ്പോൾ നോക്കി സിങ്കൊക്കെ നല്ല കുട്ടപ്പനായില്ലേ. അപ്പോൾ പരിപ്പില്ലാതെ എന്ത് പറഞ്ഞാൽ, അതുകൊണ്ട് കുറച്ച് പരിപ്പ് കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ച് പരിപ്പ് വറുത്തൊക്കെ എടുത്തു. അങ്ങനെ പരിപ്പൊക്കെ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് പരിപ്പ് നല്ല സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് കറിക്ക് ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. എപ്പോൾ വെച്ചാലും എല്ലാവരും നല്ല വൃത്തിയായിട്ട് ചോറും കഴിച്ചോളും, കുട്ടികളും കഴിച്ചോളും. അങ്ങനെ നെയ്ക്കകത്താണെങ്കിൽ നമ്മൾ കുറച്ച് കടുവൊക്കെ താളിച്ച് നമ്മുടെ പരിപ്പിലേക്ക് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊരു പായസം കൂടെ വെച്ചായിരുന്നു, പയറ് പായസം. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നേ. അങ്ങനെ നമ്മുടെ ചോറൊക്കെ നല്ല വിളമ്പി പരിപ്പും ചിക്കനും അച്ചാറും ഒക്കെ ആയിട്ട് വിളമ്പി കൂട്ടി കഴിച്ചു. ഇനി കുറച്ച് പായസവും കൂടെ കുടിച്ച്, പരിപ്പിച്ചിരി വെന്ത് പോയെങ്കിലും പായസം കിടുമായിരുന്നു കേട്ടോ. ഹെൽത്തി ആണല്ലോ, പഞ്ചസാരയൊന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ കഴിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് മസ്ക് മെലണില്ലേ, നമ്മുടെ മധുരപ്പഴം എന്നാണ് പറയുന്നത്, അതുമൊക്കെ ഉണ്ടായിരുന്നു. അതും മുറിച്ച് കുറച്ച് പായസത്തിന് പുറത്ത് അതുകൂടെ ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പം നല്ല സൂപ്പർ സെറ്റായിരുന്നു കേട്ടോ. ഉച്ചയും അങ്ങനെ കടന്നുപോയി. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് ഒന്ന് ഇറങ്ങി. അപ്പം പുറത്ത് പോയി ഒന്ന് കടയിലൊക്കെ കയറി ഇറങ്ങി പോകുന്നതേ ഉള്ളൂ, ഒന്നും കഴിക്കാനൊന്നും നിന്നില്ല. എല്ലാവരുടെയും വയറ് നല്ല ഫുള്ളായിരുന്നു. അപ്പോൾ രാത്രിയിലും ആർക്കും കാര്യമായിട്ടൊന്നും വേണ്ടായിരുന്നു. ഓട്സ് വെച്ചൊരു കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ചു. അങ്ങനെ പിറന്നാൾ ദിവസം കടന്നുപോയി. കേക്ക് മുറിയും കാര്യങ്ങളും ഒന്നും ഇവിടെ എൻ്റേതിനും ചേട്ടൻ്റേതിനും ഇല്ല, പിള്ളേരുടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ടെത്തുന്നു സപ്പോർട്ട് ചെയ്യണേ.